ഇന്ന് എൻ്റെ ഇൻക്യുബേറ്ററിൽ ഞാൻ കോഴിമുട്ട വിരിയിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഞാൻ മുന്നേ കോഴിമുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ആ ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതിൻ്റെ റേറ്റ് എത്രയാണ്, അതുപോലെ എവിടെ നിന്നാണ് വാങ്ങിയത്, ഫോൺ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഫോൺ നമ്പർ തരാൻ യാതൊരു നിർവാഹവും ഇല്ല, കാരണം അവർ കട ക്ലോസ് ചെയ്തു. ഇത് ഞാൻ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അവിടെ ഇപ്പോൾ ഇവർ ഇൻക്യുബേറ്റർ കൊടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 5000-ൻ്റെ അടുത്ത്, 5000 4000 അങ്ങനെ എന്തോ ആണ്. ആ ഒരു റേറ്റിനാണ് വാങ്ങിയത്. അത്ര എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിയിട്ട് ഒരു 6 വർഷത്തിൻ്റെ അടുത്തൊക്കെ ആയി, 6 വർഷത്തിൻ്റെ മുകളിലായി. ഇതിൽ ഏകദേശം ഒരു 50 മുട്ടയോളം കൊള്ളുട്ടോ. പിന്നെ കോഴിമുട്ടയുടെ സൈസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. ചില ആളുകളൊക്കെ പറയും ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ട വിരിയില്ല എന്നുള്ളത്. നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെയാണ് കോഴിമുട്ട വിരിയിക്കാറ്. ഇപ്പോൾ നമ്മളെ വീട്ടിലെ കോഴികളൊക്കെ ആണെങ്കിൽ ആ ഒരു കോഴിമുട്ട നമുക്കിപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും 10-50 കോഴിമുട്ട കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ ഇൻക്യുബേറ്ററിലേക്ക് വെക്കുന്നത് അതിൻ്റെ ഒരു 5-6 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെക്കുന്ന സമയത്ത് കണ്ടില്ലേ, അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷമാണ് ഇൻക്യുബേറ്ററിലേക്ക് വെക്കുക. അതായത് നമ്മളിപ്പോൾ രാത്രിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ എടുത്ത് പുറത്ത് വയ്ക്കും. ഇനി രാവിലെ ആണെങ്കിൽ രാത്രി എടുത്ത് പുറത്ത് വയ്ക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. പിന്നെ ഞാൻ റൂമിലാണ് സെറ്റ് ചെയ്യുന്നത്, മുകളിലെ റൂമിൽ. ഈ ഒരു ഇൻക്യുബേറ്റർ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ടെറസിലുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടെറസിൻ്റെ ചൂട് കാരണം വെയിലൊക്കെ പെട്ടെന്ന് തട്ടുമ്പം ഈ ഒരു ഇൻക്യുബേറ്റർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് അങ്ങനെ കൂടുതലായിട്ട് പോകാത്തത്. എനിക്കൊരു പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ടെറസിൻ്റെ മുകളിൽ വെച്ചിരുന്നു. അന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ആ ഒരു മിഷൻ പെട്ടെന്ന് വർക്ക് ചെയ്യാതായിപ്പോയി. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു, അവർ വീട്ടിൽ വന്നിട്ട് അത് റെഡിയാക്കി തന്നു. അവിടേക്ക് കൊണ്ടു ചെല്ലാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കോഴിമുട്ട ഉള്ളത് കൊണ്ടും പിന്നെ അതല്ല ഇത് നമുക്ക് വണ്ടിമേൽ വെച്ച് കൊണ്ടുപോകണമെങ്കിൽ ഒരാളും കൂടി വേണം. വണ്ടീൻ്റെ ഫ്രണ്ടിൽ കൊള്ളില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ആരും വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പം അവർ വീട്ടിൽ വന്നിട്ട് എനിക്ക് നന്നാക്കി തന്നു. പിന്നെ അതിനകത്ത് കാണുന്നത് മുട്ട വയ്ക്കാനുള്ളൊരു ട്രേ ഉണ്ട്, അതുപോലെ ഒരു നെറ്റിൻ്റെ ഷീറ്റ് ഉണ്ട്, പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാനുള്ള ഒരു ട്രേ കണ്ടില്ലേ, ഒരു ബോക്സ് പോലെ അതുണ്ട്, പിന്നെ ഒരു ബൾബ്, ഒരു ഫാന്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. പിന്നെ ഇൻക്യുബേറ്ററിൻ്റെ ആയുസ് എന്ന് പറയുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ്. എപ്പോഴും കോഴിമുട്ട വെക്കുന്നതിന് മുന്നേ ഞാൻ നന്നായിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. കാരണം ഒരു കോഴിമുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് എടുത്ത് വെക്കാറ്. പിന്നെ അതായത് 2 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം കോഴിമുട്ട എടുത്തത് വെക്കുക. അപ്പോഴത്തേക്ക് ചിലപ്പോൾ പൂപ്പലോ അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ കോഴിമുട്ട വെക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഈ ഒരു ഇൻക്യുബേറ്റർ നമ്മൾ ഓണാക്കിയിടണം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് ഓണാക്കിയിടണം 2 മണിക്കൂർ. അതിന് ശേഷമാണ് കോഴിമുട്ട വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ട്രേയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മാനുവൽ അല്ല കേട്ടോ, ഓട്ടോമാറ്റിക്കാണ്, ഫുൾ ഓട്ടോമാറ്റിക്കാണ്. എനിക്കുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്നും രാത്രി ആ ഒരു ട്രേ അല്ലേ, ഒരു നീളത്തിൽ കാണുന്നത്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ബൾബ് കത്തുന്നുണ്ടോ എന്നുള്ളത് അതും നന്നായിട്ട് ശ്രദ്ധിക്കുക, അത്രമാത്രം. ബൾബൊക്കെ പിന്നെ ഞാൻ 2 എക്സ്ട്രാ എപ്പോഴും കരുതാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ട്രേയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് വെച്ചാൽ ഒരു 4-5 ദിവസം നമുക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ മറന്നു പോയാലും പെട്ടെന്നൊന്നും വെള്ളം വറ്റില്ല കേട്ടോ, പിറ്റേന്ന് ഒഴിച്ച് കൊടുത്താലും മതി. പക്ഷേ ഞാൻ ഡെയിലി നോക്കാറുണ്ട്. പിന്നെ അകത്താകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മിഷൻ ഇങ്ങനെ ഓണാകുന്ന ഒരു സൗണ്ടില്ലേ, അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ കേൾക്കാൻ കഴിയട്ടെ. അതുകൊണ്ട് അതൊക്കെയാണ് എനിക്ക് സൗകര്യം വീടിൻ്റെ അകത്ത് വെച്ചാൽ. പിന്നെ നമ്മൾ ആ റൂമിലേക്ക് അങ്ങനെ ഉപയോഗിക്കാത്തൊരു റൂമാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നെപ്പോലെ വീട്ടിൽ കോഴികളൊക്കെ വളർത്തി വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ സെയിലായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻക്യുബേറ്റർ വാങ്ങാവുന്നതാണ്. ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വലിയ കോഴികളൊക്കെ ഉണ്ടാവില്ല, ആ ഒരു കോഴിമുട്ട നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഇതുപോലെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്തിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഫ്രിഡ്ജിൽ ഒരുപാടൊന്നും സ്റ്റോർ ചെയ്യാറില്ല. ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് 1 മാസമൊക്കെ അവർ സ്റ്റോർ ചെയ്യാറുണ്ടെന്നുള്ളത്. ഞാൻ ഒരാഴ്ച അത്രയൊക്കെ സ്റ്റോർ ചെയ്യാറുള്ളൂ കേട്ടോ. അതും കാലാവസ്ഥ നോക്കിയിട്ടാണ്. അപ്പോൾ ചൂട് കാലത്തൊക്കെ നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് പിരിഞ്ഞു പോവും. പിന്നെ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം, ഇൻക്യുബേറ്ററിൽ വെച്ചാൽ, അതായത് ഇപ്പോൾ നാടൻ കോഴികളെ മുട്ടയൊക്കെ ഇൻക്യുബേറ്ററിൽ വെച്ചാൽ കോഴികൾ പൊരുത്താവില്ല, അത് കോഴി അട വെച്ചാൽ അങ്ങനെ കോഴി തന്നെ അടയിരുന്ന് വിരിയിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ആ മക്കൾക്ക് പൊരുത്താവൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അതൊക്കെ വെറുതെ ആളുകളുടെ തോന്നലാണ്. അപ്പം തുടക്കത്തിലൊക്കെ ഇവിടെ ആളുകൾ ഇങ്ങനെ വാങ്ങാൻ വരുന്ന സമയത്ത് അവർ
പ്രത്യേകം എടുത്ത് ചോദിക്കുമായിരുന്നു ഇൻക്യുബേറ്ററിൽ വെച്ചതാണോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വിരിയിച്ചെന്ന് വിചാരിച്ചിട്ട് ആ കോഴിയുടെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിരിയിച്ചെടുക്കുന്നത് മാത്രം. എനിക്ക് കോഴീനെ അട വെച്ച് വിരിയിപ്പിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു എളുപ്പമായിട്ട് തോന്നിയത് ഇൻക്യുബേറ്ററിൽ വെക്കുന്നതാണ്. ഇനിയിപ്പം ഈ ഒരു ഇൻക്യുബേറ്ററിൽ വെക്കുന്ന കോഴിമക്കൾ പോരാ, കുറച്ചും കൂടി വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 കോഴിമുട്ട അല്ലെങ്കിൽ ഒരു 60 കോഴിമുട്ട ഇൻക്യുബേറ്ററിൽ വെക്കാം. അതേസമയം പൊരുത്തിൽ കിടക്കുന്ന കോഴികൾക്കും കൂടി കുറച്ച് കോഴിമുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് മക്കളെ ഒരുമിച്ച് വളർത്തുക. അങ്ങനെയും ചെയ്യുക. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. കോഴികളെ വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാം, എൻ്റെ കോഴികൾ എഴുന്നേറ്റ് പോവില്ല, അവർ അവിടെ തന്നെ കിടക്കും. പിന്നെ ഞാൻ അവരെ നിർബന്ധിച്ച് അല്ലെങ്കിൽ കൂട്ടിലൊക്കെ ഫുഡും കാര്യങ്ങളും വെള്ളമൊക്കെ കൊടുക്കുകയാണ് ചെയ്യുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവർ എഴുന്നേറ്റ് പോയിട്ടില്ലെങ്കിൽ ഇവർക്ക് കോഴിപ്പേന് വരും, ഇവർ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം വരും, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. ഇതാവുമ്പം ബൾബ് കത്തുന്നുണ്ടോ, വെള്ളം മാറ്റി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതുമാത്രമല്ല, തള്ളക്കോഴി നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഫുള്ള് ചിക്കി പറിച്ച് കളയും. ആ ഒരു ചിക്കി പറിച്ച് കളയുന്ന കൂട്ടത്തിൽ കോഴിമക്കളും തെറിച്ച് പോവും. അങ്ങനെയൊക്കെ കോഴിമക്കൾക്ക് പരിക്കും കാര്യങ്ങളൊക്കെ പറ്റാറുണ്ട്. ഇത് ലൈറ്റ് ഇട്ട് കൊടുത്താൽ ഒരു 15 ദിവസം ലൈറ്റ് ഇട്ട് കൊടുത്താൽ മതി. തണുപ്പൊക്കെ ആണെങ്കിൽ ഒരു 20 ദിവസം, അത്രയും വേണ്ട ശരിക്കും. അപ്പം നമുക്കറിയാലോ, ഏകദേശം ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവരെ വളർത്തിയെടുക്കുക. 2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ ഒരു കോഴിമുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. സാധാരണ ഞാൻ ഈ ഒരു മാസങ്ങളിൽ കോഴിമുട്ട വിരിയിക്കാനായിട്ട് വെക്കാറേ ഇല്ല. ഞാൻ പൊതുവേ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു മാസങ്ങളിലാണ് വിരിയിക്കാനായിട്ട് വെക്കുന്നത്. ഇപ്രാവശ്യം പതിവുകളെല്ലാം തെറ്റിച്ചു. എന്താവും എന്നുള്ളത് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തു, ഇടിയും മിന്നലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ആകെ ടെൻഷനായിപ്പോയി. വെച്ച് കുടുങ്ങി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയായിരുന്നു. കാരണം കോഴിമുട്ട വെക്കാൻ വിചാരിച്ച സമയത്തും അത് വെച്ച സമയത്തും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വെച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് മഴയും ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. ഇത് പ്രത്യേകിച്ച് കറണ്ടിൻ്റെതും കൂടി ആയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെച്ചേക്കുന്ന കോഴിമുട്ട സൊണാലീൻ്റെതാണ്. ബിന്ദു ചേച്ചിനോട് കോഴിമുട്ടയൊക്കെ വാങ്ങി വെച്ചതാണ്. കോഴികളെ കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് കോഴിമുട്ട വാങ്ങിയിട്ട് വെക്കുകയാണ്. എന്താവും എന്നറിയില്ല. പിന്നെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ആരോ പറഞ്ഞു ഈ ഒരു കോഴിമുട്ട നമുക്കങ്ങനെ വിരിയിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താവും എന്നുള്ളത് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. വിരിയില്ലയോ എന്നൊക്കെ ഉള്ളത് ഇപ്പം അറിയണമെങ്കിൽ 21 ദിവസം കഴിഞ്ഞെങ്കിലേ അറിയുള്ളൂ. ഇനി ഇത് എത്രാമത്തെ ദിവസമാണ് കോഴിമുട്ട മാറ്റി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റിലെ 3 ദിവസം കോഴിമുട്ട ഇളകാൻ പാടില്ല. അതുവരെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ആ ഒരു ട്രേ ഇങ്ങനെ മൂവ് ചെയ്യും കേട്ടോ. നിങ്ങൾ ഇൻക്യുബേറ്റർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇൻക്യുബേറ്റർ തന്നെ വാങ്ങുക. ഇനിയിപ്പം ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. കഴിയുന്നതും ഓൺലൈനിൽ വാങ്ങുന്നതിന് പകരം അടുത്തെവിടെയെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങുക കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നമുക്കിത് കൊണ്ടുപോയിട്ട് കാണിക്കണമെങ്കിൽ അടുത്താണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഓൺലൈനിലൊക്കെ ആവുന്ന സമയത്ത് അവർ പിന്നെ തിരിഞ്ഞും കൂടി നോക്കില്ല. അങ്ങനെ ഒരു ഇൻക്യുബേറ്ററിൻ്റെ കഥ ഉണ്ട്. ആ ഒരു വീഡിയോ ഞാൻ പിന്നെ പറയാം. പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ലത് തന്നെ വാങ്ങുക. കാരണം നമുക്കിത് 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഉള്ളതല്ലല്ലോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കോഴീനൊക്കെ വിരിയിച്ച് വളർത്തി കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഇൻക്യുബേറ്റർ വാങ്ങുക. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കോഴീനെ വളർത്തി ആ ഒരു കോഴിമുട്ട തന്നെ വെച്ച് വിരിയിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കോഴിമുട്ട നമുക്ക് അറിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുക, എന്നിട്ട് വിരിയിപ്പിക്കുക. വിരിഞ്ഞ മക്കളെ 1 ദിവസം 2 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കൊടുക്കുക. അങ്ങനെയും ഒരുപാട് ആളുകൾ വളർത്തുന്നുണ്ട്. അതായത് കോഴികളെ വളർത്തി വലുതാക്കാതെ വിരിയുന്ന ആ ഒരു സമയത്ത് തന്നെ അതിനെ സെയിൽ ചെയ്യുക. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോഴിമുട്ട വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാത്രം കോഴിമുട്ട വാങ്ങുക. പല ആളുകളും പറ്റിക്കിട്ടും. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചി കോഴീനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ നിങ്ങൾ കോഴീനെ നിങ്ങൾക്ക് വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വളർത്തുക. പക്ഷേങ്കിൽ സ്ഥലവും സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വളർത്തുക കേട്ടോ. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുപോലെ വീട്ടുകാർ എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ കോഴീനെ വളർത്താനായിട്ട്. കോഴികളെ വളർത്താൻ അത്യാവശ്യം സ്ഥലവും സൗകര്യം എല്ലാം വേണം. അപ്പം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ മാത്രം കോഴീനെ വളർത്തുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലെ ചെറിയൊരു ഇൻക്യുബേറ്ററൊക്കെ വാങ്ങിയിട്ട് പിന്നെ 1 ദിവസം 2 ദിവസമൊക്കെ പ്രായമായ
കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുക. വീട്ടമ്മമാരോട് പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കാതിരിക്കുക. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യാട്ടോ. അങ്ങനെ കോഴിമുട്ടയൊക്കെ ഇൻക്യുബേറ്ററിൽ വെച്ചു. ഇനി നമുക്ക് 21 ദിവസം വെയിറ്റ് ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. അതിന് മുന്നേ 18ാമത്തെ ദിവസം ആ ഒരു ട്രേ ഒഴിവാക്കിയിട്ട് കോഴിമുട്ട പുറത്തെടുക്കണം. എന്നിട്ട് ട്രേ ഒഴിവാക്കിയിട്ട് അടിയിലൊരു പേപ്പർ അതിൻ്റെ മുകളിൽ നെറ്റ് വിരിച്ചതിന് ശേഷമാണ് ആ ഒരു മുട്ട വെച്ച് കൊടുക്കണം. ലാസ്റ്റ് 3 ദിവസം കോഴിമുട്ട ഇളകാൻ പാടില്ല. ഞാൻ സാധാരണ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കുന്ന സമയത്ത് ഇതുപോലെ കലണ്ടറിൽ ഡേറ്റ് മാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് മറന്നു പോവില്ല. ഡേറ്റ് നോക്കി വെച്ചാലും ഒരു പക്ഷേ മറന്നു പോവും. അപ്പം എനിക്കിതിനായിട്ടൊരു കലണ്ടറുണ്ട്. ഇത് എൻ്റെ സ്വന്തം കലണ്ടറാണ്. അതിൽ മാർക്ക് ചെയ്തു മെയ് 16-നാണ് ഞാൻ കോഴിമുട്ട വെച്ചത്. ഇനി ഞാൻ എണ്ണി നോക്കുകയാണ് എന്നാണ് കോഴിമുട്ട എടുത്തു മാറ്റേണ്ടത് എന്നുള്ളത്. അതായത് 18ാമത്തെ ദിവസവും കൂടി ഞാൻ ആ ഒരു കലണ്ടറിൽ അടയാളപ്പെടുത്താറുണ്ട്. അതാവുമ്പം ആ ഒരു കലണ്ടർ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണി നോക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇൻക്യുബേറ്ററിലൊക്കെ കോഴിമുട്ട വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇൻക്യുബേറ്ററിൻ്റെ മുകളിലും നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. രാത്രിയിൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. ഓക്കെ, ബായ്.